വിശുദ്ധ ഖുർആനെ സംബന്ധിച്ച് അള്ളാഹു പറയുകയാണ്, ഇത് അള്ളാഹുവിന്റെ ഭാഗത്തിൽ നിന്ന് അവതരിപ്പിക്കപ്പെട്ടതാണ്. ഈ ഖുർആനും കൊണ്ട് റൂഹുൽ അമീൻ അഥവാ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിയാണ് ഈ വിശുദ്ധ ഖുർആൻ പ്രവാചകന് കൊടുത്തിട്ടുള്ളത്. അപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ലഭിച്ച വഹയ് അത് ജിബ്രീൽ മുഖേന കൊടുത്ത വഹിയാണ്, അതല്ലാതെ മൂസാ നബിയോട് അള്ളാഹു സംസാരിച്ചതുപോലെയുള്ള വഹയല്ല. ഇനി വിശുദ്ധ ഖുർആനിൽ തന്നെ ഈ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമക്ക് കിട്ടിയ വഹി രണ്ട് തരത്തിലുള്ള വഹികളുണ്ട്. അഥവാ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മുഖേന ഖുർആനിലൂടെ കൊടുത്ത വഹിയുണ്ട്. ആ ഖുർആനിന് പുറമെ ഖുർആനിൽ ഇല്ലാത്ത രീതിയിലുള്ള വഹയികളും ജിബ്രീൽ മുഖേന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു കൊടുത്തിട്ടുണ്ട്. സൂറത്തുൻ നഹൽ 16 അധ്യായം 44 ആയത്തിൽ അല്ലാഹു പറഞ്ഞു, വഅൻസൽനാ ഇലൈക ദിക്റ ലിതുബയ്യിന ലിന്നാസി മാ നുസില ഇലൈഹിം. അള്ളാഹുവിന്റെ പ്രവാചകരെ, നിങ്ങളിലേക്ക് നാം ഈ ദിക്റിനെ ഇറക്കിയിരിക്കുന്നു. ലിതുബയ്യിന ലിന്നാസി മാ നുസില ഇലൈഹിം. അവരിലേക്ക് ഇറക്കപ്പെട്ട ഒരു കാര്യത്തെ നിങ്ങൾ അവർക്ക് വിശദീകരിച്ചു കൊടുക്കുവാൻ വേണ്ടി ഒരു ദിക്റിനെ നാം ഇറക്കിയിരിക്കുന്നു. ആ ദിക്ർ ഏതായാലും വിശുദ്ധ ഖുർആൻ അല്ല. ആ ഖുർആനിനെ വിശദീകരിക്കാൻ വേണ്ടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കിട്ടിയ ദിക്റാണ് യഥാർത്ഥത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകൾ അല്ലെങ്കിൽ ഹദീസുകൾ എന്ന് നമ്മൾ പറയുന്നത്. വിശുദ്ധ ഖുർആനിൽ ആ കാര്യം ഒന്നുകൂടി അള്ളാഹു ആവർത്തിച്ചു പറഞ്ഞു, വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹയ്യുൻ യുഹാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദീനിന്റെ ഏതൊരു കാര്യം സംസാരിക്കുകയാണെങ്കിലും അത് കൃത്യമായ വഹയിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ സംസാരിക്കുകയുള്ളൂ. സ്വന്തം ഇഷ്ടപ്രകാരം സ്വന്തം ഇച്ഛക്കനുസരിച്ച് ഒരിക്കലും പ്രവാചകൻ സംസാരിക്കില്ല. വീണ്ടും അല്ലാഹു പറഞ്ഞു സൂറത്തുൻ നിസായിൽ 80 ആയത്ത്, വമൻ യുതിഇർ റസൂല ഫഖദ് അതാ അല്ലാഹ്. ആരെങ്കിലും അള്ളാഹുവിന്റെ പ്രവാചകരെ അനുസരിച്ചാൽ അവൻ അള്ളാഹുവിനെ അനുസരിച്ചവനാണ്. അപ്പൊ റസൂലുള്ളാഹിനെ ഒരാൾ അനുസരിച്ചു കഴിഞ്ഞാൽ അതിലൂടെ സംഭവിക്കുന്നത് യഥാർത്ഥത്തിൽ അള്ളാഹുവിനുള്ള അനുസരണമാകുന്നു എന്ന. അപ്പൊ ഇങ്ങനെ പ്രവാചകന് വിശുദ്ധ ഖുർആനിന് പുറമെ ലഭിച്ചിട്ടുള്ള വഹയികൾക്കാണ് നമ്മൾ ഹദീസുകൾ എന്ന് പറയുക. അതിന് അത്തരം വഹയികൾക്ക് വിശുദ്ധ ഖുർആൻ പ്രയോഗിച്ച പദമാണ് അൽ ഹിക്മ എന്നുള്ളത്. വിശുദ്ധ ഖുർആനിൽ പല സ്ഥലങ്ങളിലുമായിട്ട് കാണാം. ഒരൊറ്റ ആയത്ത് സൂറത്തു നിസായിലെ 4 അധ്യായം സൂറത്തു നിസായിൽ 113 ആയത്ത്, വഅൻസലല്ലാഹു അലൈക്കൽ കിതാബ വൽ ഹിക്മ. അള്ളാഹുവിന്റെ പ്രവാചകന്റെ മേൽ അള്ളാഹു അവതരിപ്പിച്ചിരിക്കുന്നു അൽ കിതാബ വൽ ഹിക്മ. കിതാബും അവതരിപ്പിച്ചിട്ടുണ്ട്, അൽ ഹിക്മത്തും റസൂലുള്ളാഹിക്ക് കിട്ടിയിട്ടുണ്ട്. അതേതാണ് അൽ ഹിക്മത്ത്? അൽ ഹിക്മത്ത് എന്ന് പറഞ്ഞാൽ ഇമാം ഷാഫിയെ പോലെയുള്ള മഹാരഥന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞു, അൽ ഹിക്മത്ത് കൊണ്ട് ഉദ്ദേശം അത് സുന്നത്താണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖുർആനിന് പുറമെയുള്ള വഹയികൾക്കാണ് ഹിക്മത്ത് എന്ന് പറയുക. അപ്പൊ ചുരുക്കത്തിൽ അള്ളാഹുവിന്റെ പ്രവാചകന് ഖുർആനിന് പുറമെയുള്ള വഹയികൾക്കാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകൾ എന്ന് പറയുക. ഇതിൽ നിന്ന് ഒരു കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കണം. പ്രവാചകന്റെ ഹദീസ് എന്ന് പറഞ്ഞാൽ, റസൂലുള്ളാഹിന്റെ ഹദീസുകൾ എന്ന് പറഞ്ഞാൽ അത് വഹയാണ്, സംശയമില്ല. പ്രവാചകന്റെ സ്വന്തം ഇഷ്ടപ്രകാരം സംസാരിച്ചതല്ല ഹദീസുകൾ. എന്നാൽ വിശുദ്ധ ഖുർആൻ പോലത്തെ വഹികളാണോ റസൂലുള്ളാഹിന്റെ ഹദീസുകൾ? അല്ല. കാര്യം നമ്മൾക്ക് തികച്ചും വ്യത്യസ്തമായി മനസ്സിലാക്കണം. അള്ളാഹുവിന്റെ ഖുർആൻ അള്ളാഹുവിന്റെ പ്രവാചകനുള്ള വഹയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളും പ്രവാചകനുള്ള വഹയാണ്. എന്നാൽ ഈ ഖുർആനിന്റെ വഹയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിന്റെ വഹയും രണ്ടു തന്നെയാണ്. വ്യത്യാസമുണ്ട്. ഏകദേശം 10ഓളം വ്യത്യാസങ്ങൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വളരെ ചുരുങ്ങിയിട്ട് അവതരിപ്പിക്കാം. അഥവാ വിശുദ്ധ ഖുർആനിന്റെ വഹയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിന്റെ വഹയും തമ്മിലുള്ള ചില വ്യത്യാസങ്ങൾ. അതിലൊന്ന് നമുക്കറിയാം, അള്ളാഹുവിന്റെ ഖുർആൻ എന്ന് പറഞ്ഞാൽ കലാമുള്ളയാണ്. അള്ളാഹുവിന്റെ കലാമാണ് വിശുദ്ധ ഖുർആൻ. എന്നാൽ ഹദീസുകളെ സംബന്ധിച്ച് അള്ളാഹുവിന്റെ കലാം എന്ന് പറയാൻ പറ്റില്ല. രണ്ടാമത്, അള്ളാഹുവിന്റെ പ്രവാചകന് നൽകപ്പെട്ട വിശുദ്ധ ഖുർആൻ അള്ളാഹുവിന്റെ പ്രവാചകന്റെ മുഅ്ജിസത്താണ്, റസൂലുള്ളാഹിന്റെ മുഅ്ജിസത്താണ് ഖുർആൻ. എന്നാൽ ഈ ഖുർആന് പുറമെ നൽകപ്പെട്ട വഹീകൾ, ഹദീസുകൾ ഒരിക്കലും റസൂലുള്ളാഹിന്റെ മുഅ്ജിസത്താണെന്ന് പറയാൻ പറ്റില്ല. അതേപോലെ തന്നെ മൂന്നാമതായി, വിശുദ്ധ ഖുർആൻ ഇതുപോലത്തെ ഒരു അധ്യായമെങ്കിലും അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു ഗ്രന്ഥം കൊണ്ടുവരുവാൻ വേണ്ടി മാലോകരായ മുഴുവൻ ആളുകളെയും വെല്ലുവിളിച്ചിട്ടുണ്ട്. എന്നാൽ ഹദീസുകൾക്ക് ആ വെല്ലുവിളിയില്ല. നിങ്ങൾ എന്റെ ഒരു ഹദീസ് പോലത്തെ അല്ലെങ്കിൽ ഏതെങ്കിലും ഹദീസിന്റെ അധ്യായം പോലത്തെ ഒരു അധ്യായം നിങ്ങൾ കൊണ്ടുവരിക എന്നൊരു വെല്ലുവിളി ഹദീസുകൾക്ക് ബാധകമല്ല. നാലാമതായി,
നമുക്കറിയാം, വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്താൽ ഒരു ഹർഫ് ഓതിയിട്ടുണ്ടെങ്കിൽ അതിന് 10 പ്രതിഫലമുണ്ട്. എന്നാൽ ഹദീസുകൾക്ക് ആ പ്രതിഫലം ബാധകമല്ല. അതനുസരിച്ച് അമൽ ചെയ്താൽ മാത്രമേ ആ ഹദീസുകൾക്ക് പ്രതിഫലം ലഭിക്കുകയുള്ളൂ. അഞ്ചാമത്തെ കാര്യം, വിശുദ്ധ ഖുർആനിന്റെ വഹീകൾ അഥവാ ആയത്തുകൾ നമുക്ക് നമസ്കാരത്തിൽ പാരായണം ചെയ്യൽ നിർബന്ധമാണ്. ലാ സ്വലാത്ത ലിമൻ ലം യഖ്റ ബി ഫാത്തിഹത്തിൽ കിതാബ്, സൂറത്തുൽ ഫാത്തിഹ ഓതാത്തവൻ ഒരിക്കൽ നമസ്കാരമില്ല. നമസ്കാരത്തിൽ നിർബന്ധമായി കൊണ്ട് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യണം. പക്ഷേ നമസ്കാരത്തിൽ ഒരിക്കലും ഹദീസുകൾ പാരായണം ചെയ്യാൻ പറ്റില്ല. അതുപോലെ ആറാമതായിക്കൊണ്ട് വിശുദ്ധ ഖുർആൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരിക്കലും സ്വപ്നത്തിൽ അവതരിച്ചിട്ടില്ല. അഥവാ വിശുദ്ധ ഖുർആനിന്റെ വഹീകൾ പ്രവാചകന്റെ ഉണർച്ചയിൽ മാത്രമേ അള്ളാഹുവിന്റെ പ്രവാചകന് കൊടുത്തിട്ടുള്ളൂ. എന്നാൽ ഹദീസിന്റെ വഹീകൾ ഉണർച്ചയിലും മയക്കത്തിലും ഉറക്കത്തിലുമെല്ലാം അള്ളാഹുവിന്റെ പ്രവാചകന് വഹയായി വന്നിട്ടുണ്ട്. ഏഴാമത്തെ കാര്യം, വിശുദ്ധ ഖുർആൻ വഹിയാണ്, പ്രവാചകന്റെ ഹദീസുകൾ വഹിയാണെങ്കിൽ ആ വിശുദ്ധ ഹദീസുകളെക്കാൾ, പ്രവാചകന്റെ ഹദീസുകളെക്കാൾ കുറച്ചുകൂടി സാഹിത്യപരമായി കൊണ്ട് മുന്നിൽ നിൽക്കുന്നത് വിശുദ്ധ ഖുർആനിന്റെ വഹിയുകളാണ്. അതേപോലെ എട്ടാമത്തെ കാര്യം, വിശുദ്ധ ഖുർആൻ പൂർണ്ണമായി കൊണ്ട് മുത്തവാത്തിറായി, അഥവാ ഒരു സംഘം സഹാബിമാർ, ഒരു സംഘം താബികളിൽ നിന്ന് താബികൾ, അതേ അത്രയും എണ്ണമുള്ള താബികൾ, ഇങ്ങനെ തലമുറയായി ഒരു വലിയ സംഘം മറ്റു സംഘത്തിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടു വന്നിട്ടുണ്ട്. എന്നാൽ ഹദീസുകൾക്ക് അങ്ങനെയില്ല. ചില ഹദീസുകൾ അല്ലെങ്കിൽ ഭൂരിഭാഗം ഹദീസുകളും അങ്ങനെയല്ല. അതുപോലെ തന്നെ ഒൻപതാമത്തെ കാര്യം, ഒരു വിശുദ്ധ ഖുർആനിൽ നിന്ന് ഒരു ആയത്ത് ഉദ്ധരിക്കുമ്പോൾ ആ ആയത്ത് അതിന്റെ ആശയം ഉദ്ധരിക്കാൻ പാടില്ല. ഉദാഹരണമായി കൊണ്ട് പറയാം, സൂറത്തുൽ ഇഖ്ലാസിലെ ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന ആയത്ത് ഒരാൾ പറയുമ്പോൾ ഖുൽ യാ നബിയല്ലാഹു ഹുവല്ലാഹു അഹദ് എന്ന് പറയാൻ പാടില്ല. ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന് തന്നെ പറയണം. എന്നാൽ റസൂലുള്ളാഹിന്റെ ഹദീസുകളാണെങ്കിൽ റിവായത്തും ബിൽ മഅന, അതിന്റെ ആശയം പറഞ്ഞുകൊണ്ട് വേണമെങ്കിൽ നമുക്കത് റിവായത്ത് ചെയ്യാം എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. പത്താമത്തെ വിഷയം, വിശുദ്ധ ഖുർആൻ, ആ വിശുദ്ധ ഖുർആൻ അതിന്റെ ഹർഫുകളും അതിന്റെ അക്ഷരങ്ങളുമെല്ലാം അള്ളാഹുവിന്റെ പക്കൽ നിന്നുള്ളതാണ്. എന്നാൽ റസൂലുള്ളാഹിന്റെ ഹദീസുകൾ അതിന്റെ അക്ഷരങ്ങളും അതിന്റെ അൽഫാദുകളും അള്ളാഹുവിന്റെ പക്കൽ നിന്നുണ്ടായിരിക്കുകയില്ല. ചില ഹദീസുകൾ അങ്ങനെ ഉണ്ടാകാം, പക്ഷെ അധിക ഹദീസുകളും പ്രവാചകന്റെ സ്വന്തം ലഫ്ദിലാണ് റസൂൽ വിശദീകരിച്ചിട്ടുള്ളത്. ഇങ്ങനെ വിശുദ്ധ ഖുർആനിന്റെയും പ്രവാചകന്റെ ഹദീസിന്റെയും വഹികൾ തമ്മിൽ ഈ പറഞ്ഞ വ്യത്യാസങ്ങളുണ്ട്. എങ്കിലും ഒരു കാര്യത്തിൽ വ്യത്യാസമില്ല. ഏതാണ് ആ കാര്യം? അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ ഏത് പ്രകാരം പ്രമാണമാണോ അതേപോലെ തന്നെ പ്രമാണമാണ് പ്രവാചകന്റെ ഹദീസുകളും. ആ പ്രമാണമാകുന്ന കാര്യത്തിൽ, അഥവാ ഇസ്ലാമിൽ ഒരു കാര്യം തെളിവായി സ്വീകരിക്കുന്ന വിഷയത്തിൽ വിശുദ്ധ ഖുർആനും പ്രവാചകന്റെ ഹദീസുകളും തമ്മിൽ ഒരു വ്യത്യാസവുമില്ല. ഉദാഹരണം പറയാം. നമുക്കറിയാം, കള്ള് ഹറാമാണ്. ഹുർരിമത്ത് അലൈക്കുമുൽ മൈത്തത്തു വദ്ദമു എന്ന് പറഞ്ഞുകൊണ്ടുള്ള, അതുപോലെ തന്നെ നിങ്ങൾക്ക് കള്ള് ഹറാമാക്കപ്പെട്ടിരിക്കുന്ന ആയത്തുകൾ, നിങ്ങൾക്ക് ശവവും അതുപോലെ പന്നിമാംസങ്ങളും ഒക്കെ നിങ്ങൾക്ക് ഹറാമാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ആയത്ത് വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാം. അതുകൊണ്ട് കള്ള് ഹറാമാണ്, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഹറാമാണ്. എന്നാൽ വിശുദ്ധ ഖുർആനിൽ കാണാത്ത ഒരു ഹറാമാണല്ലോ പുരുഷന്മാർക്ക് സ്വർണം ഉപയോഗിക്കാൻ പാടില്ല. മുസ്ലിമായ ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം അയാൾ സ്വർണം ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ള വിധി ഒരിക്കലും വിശുദ്ധ ഖുർആൻ കൊണ്ട് സ്ഥിരപ്പെട്ടതല്ല. അത് പ്രവാചകന്റെ ഹദീസിലൂടെ വന്നതാണ്. എന്നാൽ ഒരു മനുഷ്യൻ വിശുദ്ധ ഖുർആനിൽ സ്ഥിരപ്പെട്ട ഒരു ഹറാം, ആ ഹറാമിന്റെ അത്രയും സ്ഥാനമില്ല റസൂൽ പഠിപ്പിച്ച ഹറാമൻ എന്ന് പറയാൻ ഒരിക്കലും പറ്റില്ല. ഒരു കാര്യം ഹറാം എന്ന് പറഞ്ഞാൽ അത് വിശുദ്ധ ഖുർആൻ ഹറാമാണെന്ന് പറഞ്ഞാലും പ്രവാചകൻ ഹറാമാണെന്ന് പറഞ്ഞാലും രണ്ടും ഒരേ സ്ഥാനമാണുള്ളത്, ഒരു വ്യത്യാസവുമില്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട വിഷയം. അഥവാ വിശുദ്ധ ഖുർആൻ ഒരു കാര്യം പറഞ്ഞാൽ ആ കാര്യത്തിന്റെ അതേ സ്ഥാനം തന്നെയാണ് പ്രവാചകന്റെ ഹദീസുകൾക്കുമുള്ളത്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഇബ്നു മാജ ഉദ്ധരിക്കുന്ന സ്വഹീഹായ ഹദീസിൽ, ഇബ്നു മാജയുടെ 12ാമത്തെ ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലാ, നിങ്ങൾ മനസ്സിലാക്കണം, വഇന്നമാ ഹറമ റസൂലുള്ളാഹ്, അള്ളാഹുവിന്റെ പ്രവാചകൻ ഒരു കാര്യം ഹറാമാക്കിയിട്ടുണ്ടെങ്കിൽ മിസ്ലമാ ഹറമല്ലാഹ്, അത് അള്ളാഹു ഹറാമാക്കിയത് പോലെ തന്നെയാണ്, ഒരു വ്യത്യാസവുമില്ല. അപ്പൊ അള്ളാഹുവിന്റെ ഹറാമും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹറാമും തമ്മിൽ ഒരു വ്യത്യാസവുമില്ല. അപ്പൊ ഈ വിഷയത്തിൽ രണ്ടും തുല്യമാണ്. മറ്റു വഹയിന്റെ അടിസ്ഥാനത്തിൽ മറ്റു ചില വ്യത്യാസങ്ങളുമുണ്ട്. ഇനി സഹോദരങ്ങളെ, ഹദീസുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട രണ്ടാമത്തെ പോയിന്റ് നിങ്ങൾ മനസ്സിലാക്കണം. അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനിനെ എപ്രകാരം അള്ളാഹു സംരക്ഷിച്ചിട്ടുണ്ടോ അപ്രകാരം തന്നെ പ്രവാചകന്റെ ഹദീസുകളെയും അള്ളാഹു സംരക്ഷിച്ചിട്ടുണ്ട്. ചില ആളുകൾ
മനസ്സിലാക്കുകയോ അല്ലെങ്കിൽ തെറ്റിദ്ധരിക്കുകയോ ചെയ്തിട്ടുള്ളത്. അള്ളാഹുവിന്റെ പ്രവാചകന്റെ ഹദീസുകൾ എന്നൊക്കെ പറഞ്ഞാൽ അത് 2-3 നൂറ്റാണ്ട് കഴിഞ്ഞ് ആരൊക്കെയോ കുത്തിക്കുറിച്ചുണ്ടാക്കിയതല്ലേ. അത് റസൂലുള്ളാഹിന്റെ കാലത്ത് ഖുർആൻ മാത്രമേ ഉള്ളൂ, അല്ല റസൂലുള്ളാഹിന്റെ കാലത്ത് ഹദീസ് ഇല്ലല്ലോ എന്ന ഒരു തെറ്റിദ്ധാരണ മുസ്ലിമീങ്ങളിൽ ചില ആളുകൾക്കുണ്ട്. അല്ല, ഒരിക്കലുമല്ല. പ്രവാചകന്റെ കാലഘട്ടത്തിൽ തന്നെ ഹദീസുകൾ ഗ്രന്ഥരൂപത്തിൽ തന്നെ ആക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് ചരിത്രം ഹദീസുകൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകുന്നത്. മാത്രവുമല്ല, ഇനി അള്ളാഹുവിന്റെ ഖുർആൻ മാത്രമല്ല, പ്രവാചകന്റെ ഹദീസുകളെയും അള്ളാഹു സംരക്ഷിക്കുമെന്ന് തന്നെയാണ് വിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതല്ലാതെ അള്ളാഹുവിന്റെ ഖുർആൻ മാത്രം സംരക്ഷിക്കുമെന്നല്ല. ഞാൻ ആദ്യം ഓതിയ സൂറത്തുൽ ഹിജ്ർ 15-ാമത്തെ അധ്യായമായ സൂറത്തുൽ ഹിജ്ർ 9-ാമത്തെ ആയത്ത്, ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിദൂൻ. ഈ നിശ്ചയമായും ഈ ദിക്റിനെ നാം അവതരിപ്പിച്ചതാണ്, അതിനെ നാം തന്നെ സംരക്ഷിക്കുക തന്നെ ചെയ്യും. ഈ ദിക്ർ കൊണ്ട് എന്താണ് ഉദ്ദേശം? വിശുദ്ധ ഖുർആനാണെന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്, പക്ഷെ ഖുർആൻ മാത്രമാണെന്ന് പറയാൻ പറ്റില്ല. എന്തുകൊണ്ട്? സലഫുകളിൽപ്പെട്ട, ഇവിടെ മനഹജു സലഫ് നിങ്ങൾ കേട്ടുകഴിഞ്ഞു, സലഫുകളിൽപ്പെട്ട മുൻഗാമികളായ ആളുകൾ ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് ഇതിൽ റസൂലുള്ളാഹിന്റെ ഹദീസും ഉൾപ്പെടുമെന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, അബ്ദുല്ലാഹിബിൻ മുബാറക് റഹിമഹുല്ലാ, അദ്ദേഹം വലിയ താബഈ പണ്ഡിതനാണ്. റസൂലുള്ളാഹിന്റെ സഹാബത്തിനെ നേരിട്ട് കണ്ട, ഒരുപാട് സഹാബിമാരെ കണ്ട വ്യക്തിയാണ്. അദ്ദേഹത്തോട് ഒരു മനുഷ്യൻ വന്നുകൊണ്ട് ചോദിക്കുകയാണ്, യാ അബ്ദുല്ലാ മാ ഹാദിഹിൽ അഹാദീസുൽ മൗദൂഅ, ഇവിടെ റസൂലുള്ളാഹിന്റെ പേരിൽ ഒരുപാട് കള്ള ഹദീസുകൾ കയറിക്കൂടിയിട്ടുണ്ടല്ലോ, എങ്ങനെയാണ് നമ്മൾ ഈ ഹദീസുകളൊക്കെ വേർതിരിച്ച് മനസ്സിലാക്കുക? ഏതാണ് റസൂലുള്ളാഹി പറഞ്ഞത്, ഏതാണ് റസൂലുള്ളാഹി പറയാത്തത്, എങ്ങനെയാണ് നമുക്ക് വേർതിരിച്ചറിയാൻ കഴിയുക? അദ്ദേഹം പറഞ്ഞു, നീ പേടിക്കേണ്ടതില്ല. തഈശുലഹ അൽ ജഹാബിദ, ഇതാ അഗ്രേസരന്മാരായ സൂക്ഷ്മ പടുക്കളായിട്ടുള്ള അല്ലെങ്കിൽ സൂക്ഷ്മശാലികളായ പണ്ഡിതന്മാർ ഈ ഉമ്മത്തിൽ ജീവിക്കും. അഥവാ എന്നിട്ട് അവർ സ്വഹീഹും ദഈഫും എല്ലാം വേർതിരിക്കും. എന്നിട്ട് അദ്ദേഹം ഓതിയ ആയത്ത് ഏതാണ്? ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിദൂൻ, സൂറത്ത് ഹിജ്ർ 9-ാമത്തെ ആയത്ത്. അപ്പോ ഈ ഹദീസുകളെയും അള്ളാഹു സംരക്ഷിക്കുമെന്നതിന് അദ്ദേഹം ഓതിയ ആയത്താണ് സൂറത്തുൽ ഹിജ്ർ ആയത്ത് 9-ാമത്തെ ആയത്ത്. അപ്പൊ ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ അള്ളാഹുവിന്റെ പ്രവാചകന്റെ ഹദീസുകളെയും അള്ളാഹു സംരക്ഷിക്കും എന്ന് തന്നെയാണ് സഹോദരങ്ങളെ കിട്ടുക. ഇനി നോക്കൂ നിങ്ങൾ, അള്ളാഹുവിന്റെ പ്രവാചകന്റെ ഹദീസുകൾ സംരക്ഷിക്കപ്പെടുന്നില്ല എങ്കിൽ, ഇവിടെ ഖുർആൻ മാത്രമേ ഉള്ളൂ, റസൂലുള്ളാഹിന്റെ ഹദീസുകൾ ഒരിക്കലും ഇവിടെ സംരക്ഷിക്കപ്പെട്ടിട്ടില്ല എങ്കിൽ എന്താകുമായിരുന്നു ഇസ്ലാമിന്റെ അവസ്ഥ? ഹദീസില്ലാത്ത ഒരു ഇസ്ലാമിനെ നിങ്ങൾ സങ്കല്പിച്ചു നോക്കൂ. ഖുർആൻ മാത്രം ഒരാൾ കയ്യിലെടുത്തുകൊണ്ട് റസൂലുള്ളാഹിന്റെ ഹദീസുകൾ അവഗണിച്ചാൽ അയാൾക്ക് വരുന്ന അപകടങ്ങൾ എന്തൊക്കെയാണ്? വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞ പല കാര്യങ്ങളും അയാൾക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. അയാൾ എത്ര തന്നെ അറബി അറിയുന്നവനാണെങ്കിലും ശരി, അറബി സാഹിത്യത്തിൽ എത്ര ഡോക്ടറേറ്റ് എടുത്ത ആളാണെങ്കിലും ശരി, അയാൾക്ക് വിശുദ്ധ ഖുർആൻ റസൂലുള്ളാഹിന്റെ ഹദീസില്ലാതെ മനസ്സിലാക്കാൻ കഴിയില്ല. എത്രത്തോളം സഹാബത്തിന് പോലും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഒരു ഉദാഹരണം നോക്കൂ നിങ്ങൾ, വിശുദ്ധ ഖുർആനിലെ 6-ാമത്തെ അധ്യായം സൂറത്തുൽ അൻആമിലെ 82-ാമത്തെ ആയത്ത്, അല്ലദീന ആമനു വലം യൽബിസു ഈമാനഹും ബിദുൽമിൻ ഉലൈക ലഹുമുൽ അംനു വഹും മുഹ്തദൂൻ, വിശ്വസിക്കുകയും ആ വിശ്വാസത്തോട് ദുൽമ കലർത്താതിരിക്കുകയും ചെയ്ത ആളുകൾ എന്ന ആയത്തിറങ്ങിയപ്പോൾ അബ്ദുല്ലാഹിബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഈ ആയത്തിറങ്ങിയാൽ ഖാല അസ്ഹാബുഹു, റസൂലുള്ളാഹിന്റെ സഹാബത്ത് ചോദിച്ചു, അയ്യുനാ ലം യദ്ലിം യാ റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ പ്രവാചകന് ഈമാനുണ്ട്, ഈമാൻ ദുൽമ കലർത്താൻ പാടില്ല, അങ്ങനെയുള്ള ആളുകൾക്കാണ് ഹിദായത്ത് എന്നാണ് ഈ ആയത്തിൽ പറഞ്ഞിരിക്കുന്നത്. ആരാണ് ഞങ്ങൾ പിന്നെ ദുൽമ കലർത്താതെ ബാക്കി ആരാ? ഞങ്ങൾ എല്ലാവരും ദുൽമ ചെയ്യുന്നവരാണല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ റസൂലുള്ളാഹി വിശദീകരിച്ചു കൊടുത്തു, അത് ഈ ദുൽമ കൊണ്ട് ഉദ്ദേശ്യം അത് ലുക്മാൻ തന്റെ മകനോട് പറഞ്ഞു, ഇന്ന ശിർക ലദുൽമുൻ അളീം എന്ന് പറഞ്ഞ ആ ആയത്താണ്. ഇത് ഇമാം ബുഖാരി തന്റെ സഹീഹ് ബുഖാരിയിൽ 4629-ാമത്തെ ഹദീസായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ഈ ആയത്ത് മനസ്സിലാകണമെങ്കിൽ ഇവിടെ ദുൽമ കൊണ്ട് ഉദ്ദേശം എന്താണ്? റസൂലുള്ളാഹിന്റെ ഹദീസ് വേണം, എങ്കിലേ മനസ്സിലാകുള്ളൂ. ഇനി കേട്ടോളൂ, 2-ാമത്തെ വിഷയം, വിശുദ്ധ ഖുർആനിൽ ഒരുപാട് ആയത്തുകളുണ്ട്. ആ ആയത്തുകൾക്ക് ഒരു കോണ്ടക്സ്റ്റ് ഉണ്ട്, അതിന്റെ അവതരണ പശ്ചാത്തലമുണ്ട്. ആ അവതരണ പശ്ചാത്തലം ഒരിക്കലും പ്രവാചകന്റെ ഹദീസില്ലാതെ മനസ്സിലാക്കാൻ കഴിയില്ല. ഉദാഹരണമായി സൂറത്തുൻ നൂർ 24-ാമത്തെ അധ്യായം സൂറത്തുൻ നൂറിലെ 11-ാമത്തെ ആയത്ത്, അല്ല ഇന്നല്ലദീന ജാഉ ബിൽ ഇഫ്കി ഉസ്ബത്തും മിൻകും, ഇതാ നിങ്ങളിൽപ്പെട്ട ഒരു സംഘമാണ് ഈ ആരോപണവുമായി കൊണ്ട് രംഗത്ത് വന്നിട്ടുള്ളത്. ഏതാരോപണം, ഏതാണ് ഈ സംഘം? വിശുദ്ധ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ പരിശോധിച്ചാൽ നമുക്ക് കിട്ടില്ല. പിന്നെ എവിടെ നിന്ന് കിട്ടും? അത് റസൂൽ വിശദീകരിച്ചിട്ടുണ്ട്.
ഇമാം ബുഖാരി തന്റെ സഹീൽ ബുഖാരിൽ 5312 ഹദീസ് ആയിക്കൊണ്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹയെ സംബന്ധിച്ച്, ആയിഷ റളിയല്ലാഹു അൻഹയും സഫാൻ റളിയല്ലാഹു അൻഹു സംബന്ധിച്ചും പിന്നെ അവരുമായി കൊണ്ട് ബന്ധപ്പെട്ട് നടത്തിയ ഒരു വ്യഭിചാര ആരോപണവുമായി ബന്ധപ്പെട്ടാണ് ഈ ആയത്ത് ഇറങ്ങിയത്. ഇത് എവിടെ നിന്ന് കിട്ടും? വിശുദ്ധ ഖുർആനിൽ നിന്ന് കിട്ടുകയില്ല, റസൂലുള്ളാഹിന്റെ ഹദീസിലൂടെ മാത്രമേ കിട്ടുള്ളൂ. ഇനി മാത്രമല്ല, അള്ളാഹുവിന്റെ പ്രവാചകന്റെ ഹദീസുകൾ ഇല്ലാതിരുന്നാൽ വിശുദ്ധ ഖുർആന്റെ പല ആയത്തുകൾക്ക് നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. നിങ്ങൾ നോക്കൂ, മാത്രമല്ല ഈ ആയത്തുകൾക്ക് നേർക്കുനേരെ അർത്ഥം പറഞ്ഞാൽ, ഹദീസുകൾ അവഗണിച്ചുകൊണ്ട് അർത്ഥം പറഞ്ഞാൽ ചിലപ്പോൾ ജൂതന്മാരുടെ സമ്പ്രദായം വരെ നമുക്ക് പിൻപറ്റേണ്ടി വരും. ഒരു ഉദാഹരണം, സൂറത്ത് ബഖറ 222 ആയത്ത് അല്ലാഹു പറഞ്ഞു, വയസ്അലൂനക അനിൽ മഹീൽ ഖുൽ ഹുവ അദൻ ഫഅതസിലു നിസാഅ ഫിൽ മഹീലി വലാ തഖറബൂഹുന്ന ഹത്താ യതുഹർന. ഹൈദുകൾ അഥവാ സ്ത്രീകളുടെ മെൻസസ് പീരിയഡുമായി ബന്ധപ്പെട്ട ചോദ്യം റസൂലേ അവർ നിങ്ങളോട് ചോദിക്കും, നിങ്ങൾ അവരോട് പറയണം, ആ സമയത്ത് അഥവാ അവരുടെ അശുദ്ധി കാലഘട്ടത്തിൽ നിങ്ങൾ അവരെ വെടിയണം. വലാ തഖറബൂഹുന്ന ഹത്താ യതുഹർന, നിങ്ങൾ അവർ അടുത്തേക്ക് പോലും പോകാൻ പാടില്ല. ഈ ആയത്തിന്റെ നേർക്കുനേരെ അർത്ഥം പറഞ്ഞാൽ ഒരു അശുദ്ധിയുള്ള പെണ്ണിന്റെ അടുത്തേക്ക് പോകാൻ പാടില്ല, അവരുടെ കൂടെ ഇരിക്കാൻ പാടില്ല, കൂടെ കിടക്കാൻ പാടില്ല, സ്പർശിക്കാൻ പാടില്ല എന്ന് വരുന്നു. എന്നാൽ യഥാർത്ഥത്തിൽ അങ്ങനെ ചെയ്യുന്നവർ ആരാണ്? ജൂതന്മാരാണ്. അവരൊരു പെണ്ണിന് അശുദ്ധി ഉണ്ടായിക്കഴിഞ്ഞാൽ ആ പെണ്ണിൽ നിന്ന് അവർ അകലം പാലിക്കുന്നു, ഒപ്പം ഭക്ഷണം കഴിക്കുകയില്ല, കിടക്കുകയില്ല, തൊടുകയില്ല, ഒന്നും ചെയ്യൂല. അപ്പൊ ഈ ആയത്തിന്റെ നേർക്കുനേരെ അർത്ഥം പറഞ്ഞാൽ ജൂതന്മാരുടെ സമ്പ്രദായം പിൻപറ്റേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഈ ആയത്ത് ഓതിയ ഉടനെ അനസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഈ ആയത്ത് റസൂൽ ഓതിയ ഉടനെ റസൂൽ പറഞ്ഞു, ഇസ്നഉ കുല്ല ശൈഇൻ ഇല്ല നിക്കാ. ഈ ആയത്ത് കൊണ്ട് ഉദ്ദേശം നിങ്ങൾ ഒന്നും അടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ അവരുമായി കൊണ്ട് ലൈംഗിക ബന്ധം ഏർപ്പെടാൻ പാടില്ല, ബാക്കിയെല്ലാം നിങ്ങൾക്ക് അനുവദനീയമാണ് എന്നാണ്. അപ്പൊ ആയത്തിന് പ്രവാചകന്റെ വിശദീകരണം ഇല്ലാതിരുന്നാൽ ജൂതന്മാരുടെ സമ്പ്രദായം പോലും ചിലപ്പോൾ നമുക്ക് പിൻപറ്റേണ്ടി വരും. ഇനി തീർന്നില്ല, നോക്കൂ നിങ്ങൾ, വിശുദ്ധ ഖുർആൻ സൂറത്ത് തൗബ 36 ആയത്ത്, ഇന്ന ഇദ്ദത്ത ശുഹൂരി ഇൻദല്ലാഹി 12 ശഹറൻ ഫീ കിതാബില്ലാ. അല്ലാഹുവിന്റെ ഗ്രന്ഥത്തിൽ ആകാശഭൂമികളെ പടച്ച അന്ന് മുതൽക്ക് തന്നെ മാസങ്ങളുടെ എണ്ണം 12 ആണ്. അതിൽ 4 മാസങ്ങൾ ഹുർമത്തുള്ള മാസമാണ്. സൂറത്ത് തൗബ 36. ഏതൊക്കെയാണ് 4 മാസങ്ങൾ? ഏതൊക്കെയാണ് 4 മാസങ്ങൾ? എവിടെ നിന്നാണ് അതിന്റെ വിശദീകരണം കിട്ടുക? വിശുദ്ധ ഖുർആനിൽ ഒരു വിശദീകരണം വന്നിട്ടില്ല, റസൂൽ അത് വിശദീകരിച്ചിട്ടുണ്ട്. ഇമാം ബുഖാരി 4406 ഹദീസിൽ അത് വിശദീകരിച്ചിട്ടുണ്ട്. അപ്പൊ സഹോദരങ്ങളെ, ഞാൻ വളരെ ചുരുങ്ങിയ ഉദാഹരണങ്ങൾ മാത്രമേ പരാമർശിച്ചിട്ടുള്ളൂ. ഇനിയും ഒരുപാട് കാര്യങ്ങൾ അഥവാ റസൂലുള്ളാഹിന്റെ ഹദീസില്ലാതെ വിശുദ്ധ ഖുർആൻ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുകയില്ല. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെടുത്തുമ്പോൾ ഹദീസുകൾ പണ്ഡിതന്മാർ 3 തരത്തിലാണ് പറഞ്ഞിട്ടുള്ളത്. അഥവാ ഹദീസുകളുടെ കണ്ടന്റ്, അതിന്റെ ഉള്ളടക്കം 3 രീതിയിലാണ് വിശുദ്ധ ഖുർആനുമായി കൊണ്ട് ബന്ധപ്പെടുന്നത്. ഒന്ന്, വിശുദ്ധ ഖുർആനിൽ പറഞ്ഞ അതേ കാര്യങ്ങൾ ഹദീസിലും ആവർത്തിച്ചു വരിക. ഉദാഹരണമായി കൊണ്ട് സൂറത്തുൽ അൻആമിലെ 153 ആയത്ത്, വഅന്ന ഹാദാ സിറാത്തി മുസ്തഖീമ ഫത്തബിഊഹു വലാ തത്തബിഉസ് സുബല എന്ന ആയത്ത്. ഈ ആയത്തിന് റസൂലുള്ളാഹി സഹാബത്തിന് വരച്ചു കാണിച്ചു കൊടുത്തു. ഇതാ വഅന്ന ഹാദാ സിറാത്തി മുസ്തഖീമ. റസൂലുള്ളാഹി മസ്ജിദുൻ നബവിയിലെ പള്ളിയിൽ ഒരു വരങ്ങട്ട് വരച്ചു. എന്നിട്ട് അതിനപ്പുറവും ഇപ്പുറവും ഒരുപാട് വരകൾ, വളഞ്ഞു പറഞ്ഞ വരകൾ വരച്ചു. ഇമാം ബുഖാരിയുടെ ഹദീസാണ്. എന്നിട്ട് റസൂൽ ഈ ആയത്ത് ഓതി കൊടുക്കുകയാണ്. അഥവാ വിശുദ്ധ ഖുർആനിൽ പറഞ്ഞ അതേ ആശയം റസൂലുള്ളാഹിന്റെ ഹദീസുകൾ വരുന്നു. രണ്ടാമത്തെ രീതി, ഖുർആനിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കാര്യത്തെ കൂടുതൽ വിശദീകരിച്ചുകൊണ്ട് റസൂലുള്ളാഹിന്റെ ഹദീസുകൾ ഉണ്ടാകാം. ഉദാഹരണമായി നമസ്കരിക്കണമെന്ന് ഖുർആൻ പറയുന്നു, അതുപോലെ തന്നെ സക്കാത്ത് കൊടുക്കണമെന്ന് പറയുന്നു. അതിന്റെ വിശദീകരണം ഖുർആനിൽ നമുക്ക് കാണാൻ കഴിയില്ല. അതിന്റെ വിശദീകരണം പ്രവാചകന്റെ ഹദീസുകളിലൂടെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. മൂന്നാമത്തെ രീതി, വിശുദ്ധ ഖുർആൻ പറയാത്ത ഒരു കാര്യം, ആ പറയാത്ത കാര്യത്തെ റസൂലുള്ളാഹിന്റെ ഹദീസുകൾ പറയുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ ഖുർആൻ പറയാത്തൊരു കാര്യം പരാമർശിക്കുന്നുണ്ടെങ്കിൽ അതൊരിക്കലും വിശുദ്ധ ഖുർആനിന് എതിരാവുകയില്ല. ചില ആളുകൾ അങ്ങനെയാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. ഒരു ഹദീസ്, സ്വഹീഹായ ഹദീസ് ഒരിക്കലും വിശുദ്ധ ഖുർആനിനെതിരാകുന്ന പ്രശ്നമേ ഉദിക്കുന്നില്ല. കാരണം ഞാൻ പറഞ്ഞു, രണ്ടും വഹിയാണ്. വഹിയിൽ ഒരിക്കലും അബദ്ധങ്ങൾ, കോൺട്രഡിക്ഷൻ അല്ലെങ്കിൽ വൈരുദ്ധ്യങ്ങൾ ഒരിക്കലും വരികയില്ല. എന്തുകൊണ്ട്? അത് രണ്ടും അള്ളാഹുവിന്റെ പക്കൽ നിന്നുള്ളതാണ്. വിശുദ്ധ ഖുർആനെ സംബന്ധിച്ച് അല്ലാഹ് പറഞ്ഞല്ലോ, സൂറത്തുൻ നിസായിൽ 82 ആയത്ത് 4 അധ്യായം, വലൗ കാന മിൻ ഇൻദി ഗൈരില്ലാ ലവജദു ഫീ ഇഖ്തിലാഫൻ കസീറ. ഈ വിശുദ്ധ ഖുർആൻ അള്ളാഹുവിന്റെ പക്കൽ നിന്നല്ലായിരുന്നുവെങ്കിൽ അതിൽ ഒരുപാട് വൈരുദ്ധ്യങ്ങൾ നിങ്ങൾക്ക് കാണാമായിരുന്നു. അതിന്റെ അർത്ഥം എന്താ? അള്ളാഹുവിന്റെ പക്കൽ നിന്നുള്ളതിൽ ഒരിക്കലും വൈരുദ്ധ്യം വരികയില്ല. അതുകൊണ്ട് ഖുർആനും വഹിയാണ്, അള്ളാഹിന്റെ പക്കൽ നിന്നുള്ളതാണ്. ഹദീസും അള്ളാഹുവിന്റെ പക്കൽ നിന്നാണ്. അതുകൊണ്ട് ഒരിക്കലും അത് സ്വഹീഹായി വന്നാൽ അതൊരിക്കലും തന്നെ വൈരുദ്ധ്യമാവുകയില്ല. സഹോദരങ്ങളെ,
ഒരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കണം. ഹദീസ് എന്ന് പറഞ്ഞാൽ അതിന്റെ ക്രോഡീകരണവും അതിന്റെ ചരിത്രവും ലോക ചരിത്രത്തിൽ തന്നെ തുല്യതയില്ലാത്ത വിധം, അല്ലെങ്കിൽ വളരെ അത്ഭുതകരമായ ക്രോഡീകരണ ചരിത്രമാണ് വിശുദ്ധ ഹദീസുകൾക്കുള്ളത്. നിങ്ങൾ നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്ത് പ്രവാചകന്റെ ഹദീസ് കേൾക്കുവാനും അത് പഠിക്കുവാനും വേണ്ടി ഒരൊറ്റ ഹദീസുകൾക്ക് വേണ്ടി മാസങ്ങളോളം യാത്ര ചെയ്തിരുന്നുവെന്ന് ഇമാം ബുഖാരിയുടെ ഹദീസിൽ കാണാം. ജാബിർ റളിയല്ലാഹു അൻഹു അദ്ദേഹം ഒരു ഹദീസ് കിട്ടാൻ വേണ്ടി അബ്ദുല്ലാഹി ഇബ്നു ഉനൈസ് റളിയല്ലാഹുവിന്റെ അടുക്കലേക്ക് ഒരു മാസക്കാലം വാഹനം എടുത്തുകൊണ്ട് യാത്ര ചെയ്യുകയാണ്. എന്തിനു വേണ്ടി? ഒരൊറ്റ ഹദീസ് പഠിക്കാൻ വേണ്ടി. നോക്കൂ നിങ്ങൾ, അങ്ങനെയാണ് റസൂലുള്ളാഹിന്റെ സഹാബത്ത് ഹദീസ് പഠിച്ച് മനഃപ്പാഠമാക്കി അത് ക്രോഡീകരിച്ചിട്ടുള്ളത്. മാത്രമല്ല, ഹദീസ് അവർ വെറുതെ ഖാല റസൂലുള്ളാഹി എന്ന് പറയുന്നത് കേട്ടതെല്ലാം അവർ വിഴുങ്ങുകയും ക്രോഡീകരിക്കുകയുമല്ല ചെയ്തത്. കൃത്യമായ മാനദണ്ഡത്തോടുകൂടി അതിന്റെ കൃത്യമായ നിബന്ധനകൾ വെച്ചുകൊണ്ട് തന്നെ ഓരോ ഹദീസുകളും സൂക്ഷ്മമായി പരിശോധിച്ചു. അതിനുശേഷമാണ് അവർ സ്വഹീഹും ദഈഫും വേർതിരിച്ചിട്ടുള്ളത്. ഒരു ഹദീസ് സ്വഹീഹാകണമെങ്കിൽ തന്നെ അതിന് 5 കടമ്പകൾ കടക്കേണ്ടതുണ്ട്. ഏതെങ്കിലും ഒരാൾ ഖാല റസൂലുള്ളാഹി എന്ന് പറഞ്ഞാൽ അത് സ്വഹീഹാവുകയില്ല. ഒന്നാമതായി ആ ഹദീസിന്റെ സനദുകൾ അല്ലെങ്കിൽ അതിന്റെ പരമ്പരയിൽപ്പെട്ട ആളുകൾ പരസ്പരം കാണുകയോ അല്ലെങ്കിൽ സത്യസന്ധന്മാരെ പരസ്പരം കണ്ടുമുട്ടേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ ഹദീസ് സ്വീകരിക്കപ്പെടുകയുള്ളൂ. രണ്ടാമതായി ആ ഹദീസ് പറയുന്ന അതിന്റെ റിപ്പോർട്ടർ അയാൾ പൂർണ്ണമായി കൊണ്ട് ഹിഫ്ളുള്ള ഓർമ്മശക്തി നല്ലവണ്ണമുള്ള ആളായിരിക്കണം. നല്ല തഖ്വയുള്ള മനുഷ്യരാണ്, പക്ഷെ ഓർമ്മശക്തി കുറവാണ്. അയാളുടെ ഹദീസുകൾ പിന്നെ ഒരിക്കലും സ്വീകരിക്കൂല, തള്ളിക്കളയും. മൂന്നാമത്തെ വിഷയം, അയാൾ പൂർണ്ണമായി കൊണ്ട് ഇസ്ലാം അനുസരിച്ചുകൊണ്ട് ജീവിക്കുകയും സത്യസന്ധത കാണിക്കുകയും ചെയ്യണം. എങ്കിൽ മാത്രമേ അയാൾ ഹദീസ് സ്വീകരിക്കുള്ളൂ. നാലാമത്, ഒരു നിലക്കുമുള്ള ശുദൂദുകളും വൈരുദ്ധ്യങ്ങളും ഹദീസുകൾ ഉണ്ടാകാൻ പാടില്ല. അതേപോലെ തന്നെ ഗോപ്യമായ രീതിയിലുള്ള ഒരു ഇല്ലത്തുകളും ഒരു മോശപ്പെട്ട കാരണങ്ങളും ഹദീസുകൾ ഉണ്ടാകാൻ പാടില്ല. ഇതെല്ലാം വളരെ സൂക്ഷ്മമായി പരിശോധിച്ചതിന് ശേഷമേ മുഹദ്ദിസുകൾ ഒരു ഹദീസ് സ്വഹീഹാണ് എന്ന് പ്രഖ്യാപിക്കുകയുള്ളൂ. അതല്ലാതെ ചില ആളുകൾ മനസ്സിലാക്കിയതുപോലെ ആരെങ്കിലും ഖാല റസൂലുള്ളാഹി എന്നങ്ങോട്ട് പറയുമ്പോഴേക്കും അതെല്ലാം സ്വഹീഹാണെന്ന് പണ്ഡിതന്മാർ ഒരിക്കലും പറയുകയില്ല. ഇത് നോക്കൂ നിങ്ങൾ സഹോദരങ്ങളെ, എത്രത്തോളം ചോദിച്ചാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ ഉണ്ടാക്കപ്പെട്ട ഒരുപാട് കള്ള ഹദീസുകളുണ്ട്. ആ കള്ള ഹദീസുകൾ മുഴുവനും ഒന്നൊഴിയാതെ ഒരൊറ്റ ഹദീസ് പോലും വിടാതെ റസൂലുള്ളാഹിന്റെ പേരിൽ ആരൊക്കെ എന്തൊക്കെ ഹദീസുകളെന്നല്ല, ഏത് വസ്തുവാണെങ്കിൽ പോലും അത് പിടിക്കുവാനുള്ള മാനദണ്ഡങ്ങളും ഉപകരണങ്ങളും മുസ്ലിം പണ്ഡിതന്മാരുടെ പക്കലുണ്ട്. അതിന്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് കേരളത്തിലെ മുടി വിവാദം. ഒരു മുസ്ലിയാര് റസൂലുള്ളാഹിന്റെ മുടിയാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു മുടി കൊണ്ടുവന്നല്ലോ. ഇപ്പോൾ ചട്ടിയും കൊണ്ടുവന്നിരിക്കുന്നു, ഇനി പലതും കൊണ്ടുവരാനിരിക്കുന്നു. അത് ഏത് ചട്ടിയല്ല, ഇനി ബിരിയാണി ചെമ്പ് കൊണ്ടുവന്നാലും അതൊക്കെ റസൂലുള്ളാഹിന്റേതാണെന്ന് പറഞ്ഞാൽ അത് പിടിക്കപ്പെടുവാൻ ഇവിടെ കൃത്യമായ മാനദണ്ഡങ്ങളുണ്ട്. ആർക്കും അത് പറയാൻ കഴിയില്ല. എന്തുകൊണ്ട്? അതുകൊണ്ടാണ് അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റഹിമഹുല്ലാഹ് പറഞ്ഞു, ഒരു മനുഷ്യൻ തന്റെ അത്താഴത്തിന്റെ സമയത്ത് വിചാരിക്കുകയാണ് നാളെ റസൂലുള്ളാഹിന്റെ പേരിൽ കളവ് പറയണം, ഒരു ഹദീസ് കെട്ടിയുണ്ടാക്കണം എന്ന് വിചാരിച്ചാൽ പ്രവാചകമാവുകയ്ക്കും ആളുകൾ പറയും ഇന്നഹു കദ്ദാബ്, അവൻ കള്ളനാണെന്ന് ആളുകൾ പറയുന്ന അവസ്ഥയുണ്ടാകും. അത്രമാത്രം പ്രൊട്ടക്ഷൻ ഈ ദീനിന് അള്ളാഹു നൽകിയിട്ടുണ്ട്. മാത്രമല്ല, ഈ വിഷയത്തിൽ അതിന്റെ അതിന്റെ റിപ്പോർട്ടർമാരെ സംബന്ധിച്ച് ആരൊക്കെയാണ് സ്വീകരിക്കുന്ന റിപ്പോർട്ടർമാർ എന്ന് മഹാരഥന്മാരായ പണ്ഡിതന്മാർ ലക്ഷക്കണക്കിന് അല്ലെങ്കിൽ 10,000-കണക്കിന് മനുഷ്യന്മാരുടെ ഹിസ്റ്ററികൾ ക്രോഡീകരിക്കപ്പെട്ട ചരിത്രം അത് ഇസ്ലാമിന് മാത്രം അവകാശപ്പെട്ടതാണ്. അവരുടെ ഹിസ്റ്ററി മാത്രമല്ല, അവർ ഏതൊക്കെ രാജ്യത്തിലേക്ക് പോയി, അവർ ആരൊക്കെ കണ്ടു, അവർ ആരെന്നൊക്കെ ഹദീസുകൾ പഠിച്ചു, എല്ലാം കൃത്യമായി ബൃഹത്തായ ഗ്രന്ഥങ്ങളിൽ ഇന്നും സൂക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. ഇസ്ലാമിനല്ലാതെ ഈ ഒരു വിജ്ഞാന ശാഖ ഒരിക്കലും അവകാശപ്പെടാനില്ല. മാത്രമല്ല, പ്രവാചകന്റെ പേരിൽ കളവ് പറഞ്ഞ ഒരുപാട് ഹദീസുകൾ അതിന് പണ്ഡിതന്മാർ കൃത്യമായി കൊണ്ട് പിടികൂടുകയും ആ വിഷയത്തിൽ മാത്രം, അഥവാ റസൂലുള്ളാഹിന്റെ പേരിൽ കെട്ടിയുണ്ടാക്കപ്പെട്ട ഹദീസുകൾ ആ വിഷയത്തിൽ മാത്രം പണ്ഡിതന്മാർ ഗ്രന്ഥരചനകൾ വരെ നടത്തുകയും ചെയ്തിട്ടുണ്ട്. അഥവാ റസൂലുള്ളാഹിന്റെ സ്വഹീഹായ ഹദീസുകളുടെ വിഷയത്തിൽ മാത്രമല്ല, പ്രവാചകന്റെ പേരിൽ കെട്ടിയുണ്ടാക്കപ്പെട്ട ഹദീസുകൾ ഏതൊക്കെയാണ് എന്ന വിഷയത്തിൽ വരെ ഗ്രന്ഥരചനകൾ പണ്ഡിതന്മാർ നടത്തിയിട്ടുണ്ട്. മാത്രമല്ല, അവർ എത്ര ഉന്നതരാണെങ്കിലും ഒരു ആൾ അയാളുടെ ഹദീസ് സ്വീകരിക്കാൻ പറ്റില്ലെങ്കിൽ സ്വീകരിക്കാൻ പറ്റില്ല, അയാളുടെ തഖ്വയും അയാളുടെ സ്ഥാനമാനങ്ങളും നോക്കിയിട്ട് മുഹദ്ദിസുകൾ പറയാതിരുന്നിട്ടില്ല. ഇന്നത്തെ അവസ്ഥയല്ല. ഇന്ന് ഒരാളുടെ വാക്ക് നമ്മൾ അയാൾ ആക്ഷേപിക്കുമ്പോഴും അയാൾ കൊള്ളില്ല എന്ന് പറയുമ്പോഴും അയാളുടെ സ്ഥാനമാനങ്ങളും അയാളുടെ ഇൽമും എല്ലാം പരിഗണിച്ചുകൊണ്ടാണ് പറയാ. പക്ഷെ മുഹദ്ദിസുകൾ അത് സ്വീകരിച്ചിട്ടില്ല. എത്ര വലിയ ആളാണെങ്കിലും അയാൾ മോശക്കാരനാണെങ്കിൽ അയാൾ കദ്ദാബാണെന്ന് പറയും. നോക്കൂ നിങ്ങൾ, സുഫിയാൻ സൗരി റഹ്മഹുല്ലാഹ് അദ്ദേഹത്തിന്റെ അടുക്കിലൂടെ ഒരു മനുഷ്യൻ നടന്നു പോവുകയാണ്. ഫഖാല, അപ്പോൾ ആ മനുഷ്യനെ സംബന്ധിച്ച് പറഞ്ഞു ഇയാൾ കള്ളനാണ്. ഫഖാല കദ്ദാബ്,
ഇയാൾ പെരുങ്കള്ളനാണെന്ന് പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, വല്ലാഹി, അള്ളാഹുവിനെ തന്നെയാണ് സത്യം, ലൗല അന്നഹു ലാ യഹല്ലു ലി അൻ അസ്കുത അൻഹു ലസകത്തു, ഇയാളെ സംബന്ധിച്ച് എനിക്ക് മിണ്ടാതിരിക്കൽ അനുവദനീയമായിരുന്നെങ്കിൽ ഞാൻ മിണ്ടാതിരിക്കുമായിരുന്നു, പക്ഷെ എനിക്ക് അനുവദനീയമല്ല. അവ ഹദീസിന്റെ വിഷയത്തിൽ ഒരാളെ സംബന്ധിച്ച് നിരൂപണം ചെയ്യുമ്പോൾ അതൊരിക്കലും ഐബത്തല്ല, ഒരിക്കലും തന്നെ അത് അയാളെ കുറ്റം പറയില്ല, നേരെ ഉമ്മത്തിനുള്ള നസീഹത്താകുന്നു എന്ന. അതുകൊണ്ട് തന്നെ കൃത്യമായി ഈ വിഷയത്തിൽ പണ്ഡിതന്മാർ ഗ്രന്ഥരചനകൾ നടത്തിയിട്ടുണ്ട്. അപ്പൊ ഹദീസ് എന്ന് പറഞ്ഞാൽ അത് കൃത്യമായി അള്ളാഹു സംരക്ഷിച്ചിട്ടുണ്ട്, ഇനിയും അള്ളാഹു സംരക്ഷിക്കും. ആർക്കും ഒരു ഹദീസ് പോലും വേണ്ട, ഒരു ഹദീസിന്റെ കഷ്ണം പോലും ഈ ലോകത്തേക്ക് റസൂലുള്ളാഹിന്റെ പേരിൽ കൊണ്ടുവരാൻ കഴിയാത്ത വിധം അള്ളാഹു സുബ്ഹാനഹു വ തആല ഹദീസുകളെ സംരക്ഷിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഹദീസുകളിൽപ്പെട്ട ഏതെങ്കിലും ഒന്ന് കേൾക്കുമ്പോൾ റസൂലുള്ളാഹിന്റെ ഹദീസാണെങ്കിൽ സഹോദരങ്ങൾ ഒരിക്കലും നമ്മളൊരു വൈമനസ്യം കാണിക്കാൻ പാടില്ല. റസൂലുള്ളാഹി വഹയിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞ ആ കാര്യങ്ങളെ പരിപൂർണമായിക്കൊണ്ട് നമ്മൾ മനസ്സാ വാച കർമ്മണ സ്വീകരിച്ചേ മതിയാകൂ. നിങ്ങൾക്ക് ഞാൻ അവസാനമായിക്കൊണ്ട് അവസാനിക്കുന്നതിന് മുമ്പ് ഹദീസുകളോട്, അഥവാ ഈ ഹദീസില്ലാത്ത ഇസ്ലാം, ആ ഇസ്ലാം ഒരിക്കലും പൂർണ്ണമാവുകയില്ല, അപൂർണമായിരിക്കുമെന്ന് മുസ്ലിമീങ്ങൾ മാത്രമല്ല അമുസ്ലിങ്ങൾ വരെ ഇസ്ലാമിനെ സംബന്ധിച്ച് ഒരു കേവല പഠനം നടത്തി അമുസ്ലിങ്ങൾ വരെ സമ്മതിക്കേണ്ടി വന്നിട്ടുണ്ട്. പിന്നെ 2002 കാലഘട്ടങ്ങളിൽ മാതൃഭൂമി ആഴ്ച പതിപ്പിൽ സക്കറിയ എഴുതിയിട്ടുള്ള, കേരളത്തിൽ അറിയപ്പെട്ട സാഹിത്യകാരനും എഴുത്തുകാരനും ഒക്കെയുള്ള സക്കറിയ, അദ്ദേഹം എഴുതിയിട്ടുള്ള ഒരു ലേഖനത്തിൽ നിന്ന് ഹദീസുമായി ബന്ധപ്പെട്ട്, അഥവാ ചേകനൂറിന്റെ വധവുമായി കൊണ്ട് ബന്ധപ്പെട്ട് ഒരു ചർച്ച വന്നപ്പോൾ മാതൃഭൂമി ആഴ്ച പതിപ്പിൽ അദ്ദേഹം എഴുതിയ ലേഖനത്തിൽ നിന്ന് ചില വാചകങ്ങൾ ഞാൻ നിങ്ങൾ വായിച്ചു കേൾപ്പിച്ച് അവസാനിപ്പിക്കാം. ഹദീസില്ലാത്ത ഇസ്ലാം അദ്ദേഹത്തിന് പോലും ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല എന്ന് മാത്രമേ ആ വിഷയത്തിൽ നമുക്ക് മനസ്സിലാകുന്ന ഹദീസ് വിഷയമാണ്. അദ്ദേഹം പറഞ്ഞു, എന്റെ വിയോജനം മൗലവി എന്ന് പറഞ്ഞാൽ ചേകന്നൂർ മൗലവി ഹദീസുകളോട് പ്രകടിപ്പിച്ച എതിർപ്പിനോടാണ്. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ ഹദീസുകൾ വാമൊഴിയും കേട്ടുകേൾവിയും അങ്ങുമിങ്ങും നിന്ന് പൊറുക്കിയെടുത്ത പൊട്ടും പൊടിയുമായതുകൊണ്ട് അവ ഖുർആനിന്റെ യഥാർത്ഥ പഠനങ്ങളെ വളച്ചൊടിക്കാൻ പലരെയും സഹായിച്ചു. ഇത് ചേകനൊരു അഭിപ്രായം പറയാൻ. എന്നാൽ അദ്ദേഹം വീണ്ടും പറയുന്നു, അദ്ദേഹത്തെ പോലൊരു പണ്ഡിതന്റെ ചിന്തയോട് സിദ്ധാന്ത തലത്തിൽ വിയോജിക്കാൻ എനിക്ക് യാതൊരു ശേഷിയുമില്ല. പക്ഷേ ഞാൻ ഹദീസുകളെ പിന്തുണക്കുന്നത്, ആരാണ് പിന്തുണക്കുന്നത്? ഒരു മുസ്ലിമല്ലാത്ത സക്കറിയ പറയുകയാണ്, ഞാൻ ഹദീസുകളെ പിന്തുണക്കുന്നത് അവയിലൂടെയാണ് മുഹമ്മദി എന്ന മഹാനായ പ്രവാചകനെ മാത്രമല്ല, മുഹമ്മദി എന്ന മഹാനും അസാധാരണമായ മനുഷ്യനെ ഞാൻ കണ്ടെത്തിയത് എന്നതിലാണ്. ഖുർആൻ മാത്രം വായിച്ച് എനിക്ക് ഇസ്ലാമുമായോ മുഹമ്മദ് പ്രവാചകനുമായോ മാനുഷികമായ അടുപ്പവും ചായവും സ്നേഹവും ആദരവും ഉണ്ടാകുമായിരുന്നു എന്നെനിക്ക് തോന്നുന്നില്ല. എം.എൻ. കാരശ്ശേരി മലയാളത്തിലാക്കിയ ഹദീസുകളാണ് ഞാൻ ആദ്യം വായിച്ചത്. പിന്നെ ഞാൻ മൂലഗ്രന്ഥങ്ങൾ പലതും വായിച്ചു തീർത്തു. അപ്പോഴാണ് നമ്മെപ്പോലെ വെയിൽ കൊണ്ടും തണുത്തു വിയർത്തും വിശന്നും വലഞ്ഞും സങ്കടപ്പെട്ടും ദേഷ്യപ്പെട്ടും സ്നേഹിച്ചും ജീവിച്ച ഒരു മനുഷ്യൻ, അതേസമയം നമ്മെപ്പോലെയല്ലാതെ പ്രപഞ്ചത്തിലേക്ക് ഹൃദയം പറത്തിവിട്ട ഒരു മനുഷ്യൻ, ഒരു ജീവിക്കുന്ന പ്രവാചകൻ, അങ്ങനെ ഒരാളെ ഞാൻ തിരിച്ചറിഞ്ഞത്. മുണ്ടെടുക്കുന്ന നീളം മുതൽ മൂത്രമൊഴിക്കുന്ന രീതി വരെയും പ്രാർത്ഥനയുടെ ആവശ്യം മുതൽ ഈശ്വരന്റെ സ്വഭാവം വരെയും ഒരു പ്രാകൃത ജനതയെ പറഞ്ഞു പഠിപ്പിച്ച് അവരെ സംസ്കാരപാതയിലേക്ക് നയിച്ച ഒരു അതിമാനുഷ്യനെ ഞാൻ ഹദീസുകളിൽ കണ്ടുപിടിച്ചു. പിന്നീട് ഖുർആനിൽ വായിച്ചപ്പോൾ എനിക്കതിനോട് കൂടുതൽ അടുക്കാൻ കഴിഞ്ഞു എന്ന്. അപ്പൊ ഹദീസുകളിലൂടെയാണ് അദ്ദേഹം ഇസ്ലാമിനെ മനസ്സിലാക്കിയത്. എന്നിട്ടും ചില ആളുകൾ ഹദീസുകൾ നിഷേധിക്കുന്നു. ഒരിക്കലും ഒരു വിശ്വാസിക്ക് പാടില്ല. ഞാൻ അവസാനിപ്പിക്കട്ടെ. ചുരുക്കത്തിൽ ഹദീസുകളെ സംബന്ധിച്ച് കൂടുതൽ നമ്മൾ പഠിക്കുകയും അത് കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ പുലർത്തുകയും ചെയ്യുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിന്റെ ദീൻ കൂടുതൽ പഠിച്ച് മനസ്സിലാക്കി അതനുസരിച്ച് കൊണ്ട് ജീവിക്കുവാൻ നമുക്ക് നമ്മുടെ കുടുംബങ്ങൾക്കും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിസാഇരിൽ മുഅ്മിനീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.